ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ പോലും രാഷ്ട്രീയം പഠിപ്പിച്ച് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സ്കൂളുകളിലേക്ക് ഇത് ഇൻജക്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? ക്യാമ്പസുകളിലെ രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ടാണ് പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള രാഷ്ട്രീയക്കാർ ഈ ക്യാമ്പസിലേക്ക് കയറി ഈ കുട്ടികൾക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതൽ അക്രമ രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ആ പ്രായത്തിന്റെ ഒരു തിളപ്പ് അങ്ങനെയും പറയാം. ശരിക്കും പറഞ്ഞാൽ ഗവർണർ പറഞ്ഞത് ഒരു മണ്ടത്തരമാണെന്നാണോ? അതെ അതെ അതെ, അങ്ങനെ രാഷ്ട്രീയം തുടച്ചു നോക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ഇപ്പൊ ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ജനിക്കാനിരിക്കുന്ന ഒരുപാട് നേതാക്കളെയാണ് ഇവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ കണ്ണൂർ സർവകലാശാലയിലെ ഒരു പരിപാടിയിൽ ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയവൽക്കരണം പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന്. അതായത് ഈ ക്യാമ്പസ് രാഷ്ട്രീയവും അതുപോലെ തന്നെ സ്കൂളിലെ രാഷ്ട്രീയവും വേണ്ട, നമുക്ക് പഠിക്കുന്നവർക്ക് പഠനം മാത്രം മതി, രാഷ്ട്രീയം എന്നത് അത് വേണ്ട എന്ന് ഗവർണർ പറയുകയുണ്ടായി. ഇത് ശരിക്കും ആവശ്യമുണ്ടോ, അതോ ഇതിന് പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ജസ്മിക്ക് എന്ത് തോന്നുന്നു? ഇപ്പോ രാഷ്ട്രീയം വേണോന്നുള്ള ഒരു അഭിപ്രായമുള്ള ആണോ ജസ്മിക്ക്? തീർച്ചയായിട്ടും സ്കൂളുകളിലായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ രാഷ്ട്രീയം പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മീൻസ് കക്ഷി രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതും പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നത് അതിൽ കൂടുതൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒന്നും പുറമേന്ന് കണ്ടിട്ട് അതിനൊരു ജഡ്ജ് ചെയ്തിട്ട് വേണ്ടാന്ന് വെക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യമായിക്കോട്ടെ, എന്തിനാണ് രാഷ്ട്രീയം, അതിൻ്റെ ആവശ്യമുണ്ടോ, പഠിക്കുന്നിടത്ത് എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത്, പഠിക്കുന്നിടത്ത് എന്തിനാണ് രാഷ്ട്രീയം എന്നൊക്കെ ചോദിക്കുന്നത്. കോളേജുകളിലെ രാഷ്ട്രീയം കാണുമ്പോൾ ശരിക്ക് മറ്റെന്തും നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ രാഷ്ട്രീയവും നമ്മൾ പഠിച്ചു പോകണം എന്നുള്ളതാണ്. അത് കൃത്യമായി കൊടുത്താൽ തന്നെ ഇത് വേണോ വേണ്ടോ എന്ന് ഭാവിയിൽ പറ്റുള്ളൂ. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ പോലും രാഷ്ട്രീയം പഠിപ്പിച്ച് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ സാധാരണ നമ്മുടെ സിലബസിലുള്ള രാഷ്ട്രീയം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് സ്കൂളിംഗ് സമ്പ്രദായങ്ങൾക്കും അപ്പുറത്തേക്ക് പുറത്ത് നമ്മൾ ഒരുപാട് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ചെറിയ കുട്ടികൾ മുതൽ സ്കൂളിലുള്ള കുട്ടികൾ, അതുപോലെ തന്നെ കോളേജ്, അല്ലാതെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വേറെ കുറെ ക്ലബും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഘടനാ പ്രവർത്തന രീതിയിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലമാണല്ലോ. കോളേജ് ക്യാമ്പസ് പോട്ടെ, ക്യാമ്പസ് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഈ സ്കൂളുകളിലേക്ക് ഇത് ഇൻജക്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? കോളേജുകളിലുള്ള പോലെ കൊണ്ടുവരണം, ഒരു സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് പോകണം എന്നുള്ളതല്ല. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കുട്ടികൾ അതിലേക്ക് പോയി ഭയങ്കര, എനിക്ക് തോന്നുന്നു പാരന്റ്സ് ഭയങ്കരമായിട്ട് ഇതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ പാരന്റ്സ് ആണെങ്കിൽ പോലും ഒരു ക്യാമ്പസിൽ, ഒരു രാഷ്ട്രീയപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് കുട്ടികളെ പഠിക്കാൻ വിടാത്തൊരു സാഹചര്യം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ക്യാമ്പസുകളിലെ രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ടാണ് പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ്. പലയിടത്തും അത് ആ രീതിക്ക് തന്നെ ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലായിടത്തും അങ്ങനെ അല്ല. അപ്പോൾ പാരൻസ് പേടിക്കുന്നതിൽ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം പുറത്ത് വരുന്ന വാർത്തകളും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ക്യാമ്പസുകളിൽ വേറൊരു രീതിയിൽ രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ പുറത്ത് കാണുന്നത് ഈ വെട്ടും കുത്തും കൊലയും തല്ലും മാത്രമാണ് കാണുന്നത്. സ്കൂളുകളിൽ ആ രീതിക്ക് കൊണ്ടുവരണം എന്നുള്ളതല്ല. സ്കൂളുകളിൽ ഞാൻ ഉദ്ദേശിച്ച കുട്ടികളിലേക്ക് കക്ഷി രാഷ്ട്രീയം ഇൻജക്റ്റ് ചെയ്ത് കുട്ടികൾ ആ രീതിക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല. പക്ഷെ പഠിക്കുമ്പോൾ പഠനത്തിനോടൊപ്പം തന്നെ എന്താണ് അല്ലെങ്കിൽ ഏതാണ് ഈ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കൃത്യമായി, രാഷ്ട്രീയം എന്നത് കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടിയാണെന്നത് കുട്ടികൾ മനസ്സിലാക്കണം. അത് വേറെ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിലേക്ക് കുട്ടികൾ പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും സ്കൂളുകളിൽ കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള കക്ഷി രാഷ്ട്രീയമാണ് ഉള്ളത്. ക്യാമ്പസിലേക്ക് വരുന്നൊക്കെ സമയത്ത് ഈ അക്രമ രാഷ്ട്രീയമാണെന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് കാണുന്ന സമയത്ത് ഈ ക്യാമ്പസുകളിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് നമ്മളെങ്ങനെ കോളേജിനെ മുന്നിലേക്ക് കൊണ്ടുപോകണം, കോളേജിനെ മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിക്കല്ല, പ്രത്യേക സംഘടനയെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിക്കാണ് കോളേജുകളിലെ രാഷ്ട്രീയം നടക്കുന്നത്. ഏതൊരു രാഷ്ട്രീയ സംഘടനയാണെങ്കിലും നിൽക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും എത്രത്തോളം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സാധനമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ പുറത്തുനിന്നുള്ള രാഷ്ട്രീയക്കാർ ഈ ക്യാമ്പസിലേക്ക് കയറി ഈ കുട്ടികൾക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതൽ അക്രമ രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവരെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള സംഘടനയ്ക്ക് അപ്പുറത്ത് നിന്ന് തന്നെ
പാർട്ടി തലത്തിലുള്ള ആളുകൾ വരുന്നതും ഇതൊക്കെ നമ്മൾ പഠിച്ച രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ അക്രമ രാഷ്ട്രീയത്തിലേക്ക് നയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രായത്തിൻ്റെ ഒരു തിളപ്പ് അങ്ങനെയും പറയാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് സ്കൂളുകളിൽ നിന്ന് പഠിക്കാതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതായത് ഇന്ന സിനിമ കണ്ടിട്ട് അതിലെ ആളെപ്പോലെ ആവണം, അതിലെ രാഷ്ട്രീയക്കാരനെ പക്ഷെ പോലെ അതിനൊക്കെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ? അതൊക്കെ ആദ്യത്തെ ഒരു 1-2 ആഴ്ചയിലേ കാണുള്ളൂ. അത് കഴിഞ്ഞ് അല്ലല്ല, അതിൽ വന്ന് നിലനിന്ന ആളുകളും ഉണ്ട്. ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്ന, അപ്പം അതാണ് സിനിമയിലും വാർത്തയിലും കാണുന്നതാണ് ഈ രാഷ്ട്രീയം എന്നുള്ളൊരു തെറ്റിദ്ധാരണയും കൂടി ഉണ്ട്. ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഈ കുട്ടികൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബേസിക് ആയിട്ട് ബേസിൽ നിന്ന് തന്നെ സ്കൂളിങ്ങിൽ തന്നെ ഇത് പഠിച്ചു തുടങ്ങണം എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. ശരിക്കും പറഞ്ഞ ഗവർണർ പറഞ്ഞതൊരു മണ്ടത്തരമാണെന്നാണോ ജസ്മി പറയുന്നത്? അതായത് രാഷ്ട്രീയം തുടച്ചു നീക്കണം എന്നുള്ള ഒരു നിലപാട് ശരിക്കും ഒരു പ്രശ്നമാണോ? അതെ അതെ അതെ, അങ്ങനെ രാഷ്ട്രീയം തുടച്ചു നീക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവിടെ ഉള്ളത്? എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇല്ലാതെ, അതിപ്പോൾ കക്ഷി രാഷ്ട്രീയം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ രാഷ്ട്രീയം വരുന്നുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അതൊന്നും അങ്ങനെ പെട്ടെന്ന് തുടച്ചു നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഈ ക്യാമ്പസിലെ രാഷ്ട്രീയം, അതുപോലെ തന്നെ കുട്ടികളുടെ രാഷ്ട്രീയമൊക്കെ, ഇങ്ങനെ ഈ രാഷ്ട്രീയമേ ക്യാമ്പസുകളിൽ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയിൽ വരാനിരിക്കുന്ന ഒരുപാട് നേതാക്കൾ ഇല്ലാതാക്കി കളയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റ് ചെയ്യുന്ന കേരള പൊളിറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള പൊളിറ്റിക്സിലൊക്കെ ആണെങ്കിലും, മീൻസ് മെയിൻലി കേരള പൊളിറ്റിക്സിലാണെങ്കിൽ ഇന്നിപ്പോ നിലനിൽക്കുന്ന ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും വന്നിട്ടുള്ളത് ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് എന്നാ. ഇപ്പൊ ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ജനിക്കാനിരിക്കുന്ന ഒരുപാട് നേതാക്കളെയാണ് ഇവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ക്യാമ്പസുകളിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ചെറുപ്പത്തിലെ ഇത്രയും സംഘടനാ പാഠങ്ങളൊക്കെ കൂടി വരുന്നവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും എക്സ്പോഷർ എന്ന് പറയുന്നതും വളരെ വലുതാണ്. കമ്പയർഡ് ടു അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിലേക്ക് വരുന്ന ആൾക്കാരെക്കാളും ഈ ചെറുപ്പം മുതലേ ഇതിൽ ഉണ്ടായിരിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. അവർക്ക് എത്രത്തോളം ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചെയ്യാന്നുള്ളത് അവർക്ക് വളരെ കൂടുതൽ നന്നായിട്ട് അറിയാം. ഒരു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ കോളേജിലാണെങ്കിലും ബാക്കി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണെങ്കിലും കോളേജ് യൂണിയനുകളിലൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് ഓൾറെഡി അതിനുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ആ ട്രെയിനിങ്ങിലൂടെയാണ് അവർ നാളെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പാടെ നീക്കം ചെയ്യണം എന്നുള്ള ഗവർണറുടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് രാഷ്ട്രീയം പറയാനുള്ള ഒരു സാഹചര്യം ക്യാമ്പസുകളിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്രമാസക്തമാവരുത്. അത് കുട്ടികൾ പല രീതിയിലും, അതൊന്നാമത് ഈ കുട്ടികളുടെ ഏജിന്റെ ഒരു കാര്യവും. ഇപ്പൊ തന്നെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലരുടെ ഉള്ളിൽ ഒരു പേടിയാണ് ആദ്യം വരുന്നത്. അല്ലാതെ മുമ്പ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു കോരിത്തരിപ്പോ ഒരു അങ്ങനത്തെ ഒരു ഫീലിങ്സേ അല്ല, പേടിയാണ് പലർക്കും രാഷ്ട്രീയം എന്ന് പറയാൻ. അപ്പോൾ ആ പേടി മാറിയിട്ട് മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സമീപിക്കാനും കുട്ടികൾക്ക് എന്നുള്ളതല്ല, ആളുകൾക്ക് പറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള പഠനങ്ങളും പരിശീലനങ്ങളും കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അക്രമാസക്തമാകരുത് എന്നുള്ളത്, അതല്ല രാഷ്ട്രീയം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ വേറൊരു വാലിഡേറ്റ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ ക്യാമ്പസുകൾ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളാണ്. അല്ലാതെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാട് പറയാൻ പറ്റുന്ന ഒരു ഇതില്ല. നിലപാട് പറയാൻ പറ്റുന്നതില്ല എന്നല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയവൽക്കരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ കുറച്ചും കൂടെ വാലിഡേറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ സ്കൂള് ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടുന്ന് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമ്പസ് പൊളിറ്റിക്സുകൾ പറ്റില്ല അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളെ നേരെ തിരിച്ച് വെറും അടിമകളാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഭാവിയിൽ പോകേണ്ടി വരും. ഇവർക്ക് വേണ്ടി തന്നെ സംസാരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും. രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ ജാതീയതയും വർഗീയതയും എല്ലാം കൂടി കൊണ്ടുവരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നമായി വരുന്നത്, അല്ലെങ്കിൽ ക്യാമ്പസിൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. ആ പേടിയാണ് പുറത്തേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് പലരും അറിയില്ല. ഇത് വാർത്ത കാണുമ്പോൾ ക്യാമ്പസിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ വഴക്കായി, കൊലപാതകം നടന്നു, കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു എന്നുള്ളത് കേൾക്കുന്നു. പക്ഷെ അതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ
അതിനെ മാറ്റി വർഗീയതയൊക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായ രീതിയിൽ പൊളിറ്റിക്സിനെ ആ രീതിക്ക് അങ്ങ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വളരെ പീസ്ഫുള്ളായിട്ട് രാഷ്ട്രീയം കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയണം. വെറുതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനോ സമരം ചെയ്യാനോ അതല്ല രാഷ്ട്രീയം. സമരം ചെയ്യേണ്ട എന്നുള്ളതല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് പീസ്ഫുള്ളി ഇതിനെ കൈകാര്യം ചെയ്യാൻ കൂടി പറ്റണം. ഇപ്പോൾ ഗവർണർ പറഞ്ഞത് ഒരു പക്ഷേ ക്യാമ്പസ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഈ ജാതീയതയും വർഗീയതയും കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ തടയാനും കുട്ടികളിൽ വിദ്യാഭ്യാസം കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും വേണ്ടി ഇപ്പോൾ പല കോളേജുകളിലും കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് സംഘടനാ പ്രവർത്തനത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പോകണമെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അതെ, പോണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണല്ലോ ഇപ്പൊ സമരങ്ങളും ബാക്കിയുള്ള രീതിക്കുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നോണ്ടാണല്ലോ നമ്മളിപ്പോ ഇന്നിരിക്കുന്ന പോലെ നമ്മളടക്കം ഇരിക്കുന്നതും പഠിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ ഒരു ക്ലാസ് കട്ട് ചെയ്യുന്നതും സമരത്തിന് ഇരിക്കുന്നതൊക്കെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ ഉണ്ടാവണം. അവനവന് പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ വിമർശിക്കണം, അത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യണം. നമുക്ക് ഭാവിയിൽ നിലനിൽക്കണമെങ്കിൽ സ്വയമായിട്ട് രാഷ്ട്രീയം വേണം എന്തായാലും വേണ്ടി വരേണ്ട ഒരു കാര്യമാണ്. അത് ക്യാമ്പസുകളിലോ സ്കൂളിൽ നിന്നോ തുടങ്ങുന്നത് അത്രയും നല്ലത്. ഭാവിയിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ആക്കാന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധനം ഈ വിദ്യാഭ്യാസത്തിന്റെ കൂടെ പാടില്ല എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.